നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന 5ാം ക്ലാസ് സ്റ്റേറ്റ് സിലബസിലെ ക്വസ്റ്റ്യൻ മോഡലാണ്. ഇവിടെ ലേബർ ഡേയിൽ ഇത്തവണത്തെ ലേബർ ഡേയിൽ ഇവിടെ മോഡൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടാത്തവർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ മോഡൽ നന്നായി നോക്കി പഠിച്ചിട്ട് വേണം പോകേണ്ടത്. പുതിയ സിലബസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും, പരിചയമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് 2 മണിക്കൂറാണ് പരീക്ഷ വരുന്നത്. ഗതിവിധി 1 വരുന്നത് കാ ഉത്തർ ലിഖ്ന അനിവാര്യ ഹെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായാലും നിർബന്ധമായിട്ടും എഴുതേണ്ടതുണ്ട്. ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ പാരഗ്രാഫ് വായിച്ചിട്ട് വേണം അതിൻ്റെ ആൻസർ കൊടുക്കേണ്ടത്. ഒരു കഥയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗതിവിധി 1 വായിക്കാം. ഗതിവിധി 1 വരുന്നത് സൂചന ഖണ്ഡ് പടേ ഓർ പ്രശ്നമൊക്കെ ഉത്തറിലേക്ക്. ആ പാരഗ്രാഫ് വായിച്ചിട്ട് ആ ചോദ്യത്തിൻ്റെ ആൻസർ കൊടുക്കാനാണ്. ഏക്ക് കൗവേക്കോ പ്യാസിലേക്ക്. ഒരു കാക്കയ്ക്ക് നന്നായിട്ട് ദാഹിച്ചു. കാക്കയുടെ കഥയൊക്കെ അറിയാലോ. കാക്കയ്ക്ക് വെള്ളം ദാഹിക്കുന്നതും കലത്തിലെന്ത് കല്ല് പറക്കിയിട്ട് ആ വെള്ളം നിറഞ്ഞു കുടിക്കുന്നതായിട്ടാണ് ആ കഥ വരുന്നത്. അപ്പോൾ ഏക്ക് കൗവേക്കോ പ്യാസിലേക്ക്. ഒരിക്കൽ കാക്കയ്ക്ക് വെള്ളം ദാഹിച്ചു. പർ പാനി കഹി നഹി മില. എന്താണ് പാനി? വെള്ളം. കഹി നഹി മില, ഒരിടത്തുനിന്നും കിട്ടിയില്ല. വഹ് ഏക്ക് ബഗീച്ചേമേ പഹുഞ്ച. അങ്ങനെ നമ്മുടെ കാക്ക എവിടെ എത്തി? ഒരു തോട്ടത്തിലെത്തി, ഒരു പൂന്തോട്ടത്തിലെത്തി. വഹാ ഏക്ക് കടാതേക്ക. അവിടെ നോക്കിയപ്പോൾ അവൻ എന്ത് കണ്ടു? ഒരു കുടം കണ്ടു. ഉസ്മേ തോടാ പാനീത്ത. ആ കുടത്തിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. കൗവനെ കങ്കട് ലേക്കർ കടേമേ ഡാല. കാക്ക എന്ത് ചെയ്തു? കങ്കട് എന്താണ്? കങ്കട് എന്ന് വെച്ചാൽ കല്ല് അല്ലേ? കുഞ്ഞു കല്ലെടുത്ത് എന്ത് ചെയ്തു? ആ കുടത്തിലേക്ക് ഇട്ട്. കട പാനിമേ ത. വഹായേക്ക് കടാത്ത ഉസ്മേ തോട പാനീത്ത. കൗവനെ കങ്കട് ലേക്കർ കടേമേ ഡാല. അങ്ങനെ ഈ കാക്ക എന്ത് ചെയ്തു? കല്ലെടുത്ത് ആ വെള്ളത്തിലിട്ടിട്ടു. പാനി ഊപ്പർ ആയ. അങ്ങനെ വെള്ളം മുകളിലോട്ട് വന്നു. ഉസ്നെ പാനി പിയ. അങ്ങനെ കാക്കയുടെ ദാഹമൊക്കെ മാറ്റി ആ വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ അതാണ് കാക്കയുടെ കഥ. കിസ്കോ പ്യാസിലകി. ആർക്കാണ് ദാഹിച്ചത്? അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏക്ക് കൗവേക്കോ പ്യാസിലകി. ഒരു കാക്കയ്ക്കാണ് അല്ലേ? അപ്പോൾ ഇവിടെ ആരാ വരുന്നത്? കോയൽ, കാക്ക, കോയൽ, കുയിൽ. ഇവിടെ ആക്ക വന്നത് കാക്കയ്ക്കാണ് ദാഹിച്ചത്. ഇവിടെ ആദ്യം കുയിൽ കൊടുത്തിട്ടുണ്ട്, കൗവ കാക്ക കൊടുത്തിട്ടുണ്ട്, മോറ് മയിൽ കൊടുത്തിട്ടുണ്ട്, കബൂത്ത് പ്രാവ്. അപ്പോൾ ദാഹിച്ച ആർക്കാണ്? കാക്കയ്ക്ക്. കൗവിനെ കട കഹാ ദേക്ക. കാക്ക എവിടെയാണ് കുടം കണ്ടത്? എവിടെയാണ് കണ്ടത്? ബഗീച്ച. ബഗീച്ച എന്താണ്? പൂന്തോട്ടം അല്ലേ? തോട്ടത്തിലാണ് കണ്ടത്. സടക്ക് റോഡിലല്ലോ, ഘർ വീടിലും അല്ല, ആങ്കൻ മുറ്റത്തും അല്ല. അപ്പോൾ എവിടെ വരുന്നത്? ബഗീച്ച. ഖടേമേക്കാത്ത. കുടത്തിൽ എന്തുണ്ടായിരുന്നു? കുടത്തിൽ എന്തുണ്ടായിരുന്നു? പാനി, ദൂത്ത്, ചായ്, ഷർബത്ത്. പാനി വെള്ളമാണോ ഉണ്ടായിരുന്നത്? പാലാണോ ഉണ്ടായിരുന്നത്? ചായയാണോ ഷർബത്താണോ? എന്തുണ്ടായിരുന്നത്? പാനി അല്ലേ? അപ്പോൾ പാനിയാണ് ഇവിടുത്തെ ആൻസർ. കൗവിനെ കടേമേക്കാ ഡാല. കാക്ക കുടത്തിൽ എന്തെറിഞ്ഞു? റൊട്ടിയാണോ എറിഞ്ഞത്? മിഠായിയാണോ എറിഞ്ഞത്? കങ്കടാണോ എറിഞ്ഞത്? ചാവലാണോ എറിഞ്ഞത്? എന്താണ് എറിഞ്ഞത്? കങ്കട അല്ലേ? കല്ലാണ് എറിഞ്ഞത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത പാനി ശബ്ദക്ക സമാനാർത്ഥി ശബ്ദ ക്യാ ഹെ. പാനിക്ക് പകരം വരുന്ന വേറൊരു പദം എന്താണ്? ജൽ, വർഷ, ബാരിഷ്, മേഘ്. അപ്പോൾ അതിലേതാ വരുന്നത്? ജെല്ലാണ് വരുന്നത്, ജലമാണ് വരുന്നത്. അപ്പോൾ എത്രയാണ് 1ാമത്തെ ആക്ടിവിറ്റിയിൽ വരുന്നത്. അടുത്ത 2ാമത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ധൂപ് ആകെ. നിങ്ങൾ ആ കവിത പഠിച്ചിട്ടുണ്ടല്ലോ, ധൂപ് ആകെ അല്ലേ? ധൂപ് ആകെ സുബഹ് സുബഹ് കി കലിയാം പ്യാരി പ്യാരി മഹക്കി കലിയാം ക്യാരി ക്യാരി മഹക്കി കലിയാം ഇത്തനി സാരി മഹക്കി. അപ്പോൾ 4 വരി കവിത കൊടുത്തിട്ടുണ്ട്. സമാൻ ധ്വനിവാലി ശബ്ദ ചുൻകർ ലിഖെ. അതിൽ സമാനമായി വരുന്ന പദം ഏതെന്ന് ഒരേപോലെ വരുന്ന ആവർത്തിച്ച് വരുന്ന വാക്ക് ഏതെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ സുബഹ് സുബഹ്, പ്യാരി പ്യാരി, ഖ്യാരി ഖ്യാരി, ഇതൊക്കെയാണ് അതിൽ തുല്യമായി വരുന്ന വാക്കുകൾ. അടുത്തത് സമാനർത്ഥ വാല് അത് എഴുതി. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് കവിതാംശിക്കയിലെ ശീർഷ. കവിതയ്ക്ക് വേണ്ടി ഒരു ഹെഡിങ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെഡിങ് കൊടുക്കാം. സുബഹെന്നോ ധൂപ് ആകെന്ന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. അപ്പോൾ ധൂപ് കബ് ആകെ എപ്പോഴും വന്നു? എപ്പോഴാണ് വെയിൽ വന്നത്? സുബഹ് അല്ലേ? രാവിലെയാണ് വന്നത്. അടുത്ത ആക്ടിവിറ്റി 3 എഴുതേണ്ടത്
നീതു കെ പിള്ളാക്ക നാം ടോമി ഹെ. നീതുവിനൊരു പിള്ള ഉണ്ടായിരുന്നില്ല, ഒരു പട്ടിക്കുട്ടിയുടെ പേരെന്താ? ടോമി അല്ലേ. നീതു അപ്പനെ പിള്ളേക്കെ സാത്ത് കേൾത്തിട്ട്. നീതുവിനാണെങ്കിൽ തൻ്റെ പട്ടിക്കുട്ടിയെ അടുത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. എപ്പോഴും അവൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? കളിക്കുമായിരുന്നു. പിള്ള പങ്കുക്കെ നീച്ചെ സോത്താത്ത. അവൻ എവിടെയാണ് കിടക്കുന്നത്? അവരുടെ കട്ടിൻ്റെ താഴെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുമായിരുന്നു. നീതുക്കെ പിള്ളേക്ക നാം ക്യാ ഹെ. നീതുവിൻ്റെ പിള്ളയുടെ പേരെന്താണ്? എന്താ നീതുവിൻ്റെ പിള്ളയുടെ പേര്? ടോമി അല്ലേ, ടോമി. അടുത്ത് പിള്ള കിസ്കെ നീച്ചെ സോത്താത്ത. എന്തിൻ്റെ താഴെ ഇറങ്ങുന്നത്? ഫാൻ അല്ലേ. പങ്കയൊക്കെ നീച്ചെ, അവിടെ ഒരു ഫാനുണ്ട്, ആ ഫാൻ്റെ താഴെയായിട്ട് കിടന്നുറങ്ങും. തുമാര നാം ക്യാ ഹെ. നിങ്ങളുടെ പേരെഴുതുക. അപ്പോൾ എന്താ പറയുക? മേരാ നാം. തുമാര പറയുമ്പോൾ മേരാ നാം, നിങ്ങളുടെ പേരെന്താണോ ആ പേര് എഴുതിയിട്ട് ഹേ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതായി. അടുത്ത ഗതിവിധി 4 നോക്കാം. ചിത്രക്കയിലിയെ ശബ്ദലിക്ക്. താഴെ കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട്, ആ പിക്ചറിൻ്റെയൊക്കെ പേര് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗാവുമേ ഏക്ക് താലാബ് ഹേ. ഗ്രാമത്തിൽ എന്തുണ്ട്? ഒരു കുളമുണ്ട്. താലാബ് കെ പാസ് ഏക്ക്. ഇവിടെ ഒരു മരത്തിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മരത്തിന് എന്താണോ പറയുന്നത് അതിവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. മോറ്, മയില്, പേട്, മരം, മച്ചിലി, മീൻ, ബില്ലി, പൂച്ച, ബഗുല, കൊക്ക്. അപ്പോൾ ഓരോ പിക്ചർ ഇവിടെ ഓരോ കഥ കൊടുത്തിട്ടുണ്ട്. ആ കഥയിൽ ഓരോ പിക്ചറുണ്ട്. ഇവിടെ ആദ്യം മരത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്, പിന്നെ മീനുണ്ട്, പൂച്ചയുണ്ട്. അപ്പോൾ ഈ ഓരോ പിക്ചറിലും നിങ്ങൾക്ക് എഴുതേണ്ടത് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന പേരാണ്. എന്നിട്ട് അത് കഥ പോലെ എഴുതുക. ഗാവ്മേ ഏക്ക് താലാബ് ഹേ. ഗ്രാമത്തിലൊരു കുളമുണ്ട്. താലാബ് കെ പാസ് ഏക്ക് പേട് ഹേ. കുളത്തിൻ്റെ താഴെയായിട്ട് എന്തുണ്ട്? കുളത്തിൻ്റെ അടുത്തായിട്ട് ഒരു മരമുണ്ട്. ഉസ്കെ നീച്ചെ മോർ ഓർ ബില്ലി ഹേ. ആ മരത്തിൻ്റെ ചുവട്ടിലായിട്ട് ആരുണ്ട്? ഒരു മയിലും ഒരു പൂച്ചയും ഉണ്ട്. താലാബ് മേ മച്ചിലി ഓർ ബഗുല ഹേ. ആ കുളത്തിൽ എന്തൊക്കെയുണ്ട്? മീനും കൊക്കും ഉണ്ട്. അടുത്ത ഗതിവിധി 5 വരുന്നത് ഇവിടെ കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിൻ്റെയൊക്കെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിറങ്ങളും കൊടുക്കണം. പിന്നെ അതിൽ അതിൻ്റെ പേര് നിങ്ങൾക്കറിയാം, അപ്പം നിറം കൊടുത്താൽ മതി. ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് നിറങ്ങളൊക്കെ. എന്താ? പീല എന്താ? മഞ്ഞ, ഹര പച്ച. അപ്പോൾ ഓരോന്നിനും ഓരോ നിറം കൊടുക്കണം. ഇവിടെ പീല എന്ന് പറയുമ്പോൾ എന്താണ്? മഞ്ഞ, പീല മഞ്ഞ കളറ്. അടുത്ത് കൊടുത്തിരുന്നത് ഹര പച്ച. അടുത്തത് ലാലാര ചുമപ്പ്, ചുമപ്പ്. പൂര എന്താ? ബ്രൗൺ, പൂര ബ്രൗൺ. അടുത്ത് നീല ആരാ? നീല തന്നെ, നീല എന്ന് വെച്ചാൽ നീല കളർ. അടുത്ത് പൂര ബ്രൗൺ. അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്നത്. അടുത്ത് വരുന്നത് 6ാമത്തെ ഗതിവിധിയാണ്. नीचे दिए गए प्रश्न के उत्तर लिखिए. चिड़िया का घर कविता के आधार पर सही क्रम से वाक्य लिखिए. അപ്പോൾ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ചിടിയാക്ക ഗർ എന്ന കവിത അതിനെ ആധാരമാക്കിക്കൊണ്ട് ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം 3 പിക്ചർ ഓർഡർ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് പ്രശ്നമുണ്ട്. ചിടിയാക്കെ ബച്ചെ ഉഡ് ജാത്തെ ഹെ. പക്ഷികളുടെ കുഞ്ഞുങ്ങൾ പറന്നു പോകുന്നു. ചിടിയാക്കെ തിനിക്കെ സേ ഘർ ബനാത്തി ഹെ. ഈ കിളി എന്ത് ചെയ്യുന്നു? വീടുണ്ടാക്കുന്നു. ഘർക്കെ അന്തർ ചിടിയാക്കെ ബച്ചെ ഹെ. വീടിൻ്റെ അകത്ത് ആ പക്ഷിയുടെ കുഞ്ഞുണ്ട്. അപ്പോൾ ആ സെൻറ്റൻസ് വരുന്ന ഏതാണോ ആ സെൻറ്റൻസ് അതിൻ്റെ നേർക്ക് എഴുതാനാണ് അവിടെ പറയുന്നത്. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇതുപോലെ ആയിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത്. ഇത് നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോവേണ്ടത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഇത് ഷെയർ ചെയ്യുക. ലേബറിൻ്റെ ഉള്ള കുട്ടികൾ ലേബറിൻ്റെ നോക്കി പഠിക്കുക. ഇല്ലാത്ത കുട്ടികൾക്ക് ഇത് ഉപകാരമാകും. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്തേ. എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഹിന്ദി ശിക്ഷ എന്നാണ്. അപ്പോൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻസും കൂടെ അറിയിക്കുക കേട്ടോ.